പത്തനംതിട്ടയിലൊക്കെ പ്രധാനപ്പെട്ട നദികളിലെല്ലാം വെള്ളം പൊങ്ങി വരുന്ന അവസ്ഥ, പ്രളയ സാധ്യത മുന്നറിയിപ്പുകൾ അതെല്ലാം എവിടെയെല്ലാം ഉണ്ട്. ഇനിയും മഴ കനക്കാനിരിക്കുമ്പോൾ അങ്ങനെ പ്രളയ സാധ്യതാ മേഖലകൾ എവിടെയെല്ലാം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു? അപർണ, ഇപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റി ഇപ്പോൾ പ്രളയ സാധ്യത മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. അതിൽ പ്രധാനപ്പെട്ടത് പത്തനംതിട്ട ജില്ലയിലെ മണിമല നദിയിൽ ക്രമാതീതമായി വ്യാപകമായി ഇത്തരത്തിൽ വെള്ളം ഉയരുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, പത്തനംതിട്ടയിലെ തന്നെ അച്ചൻകോവിൽ ആറിലും, ഒപ്പം തന്നെ കോട്ടയം ജില്ലയിലെ മീനച്ചിൽ, കോഴിക്കോട് ജില്ലയിലെ കോരപ്പുഴ, കൂടാതെ വയനാട് ജില്ലയിലെ കബനി എന്നീ നദികളിലും യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഈ നദികളുടെ സമീപത്ത് താമസിക്കുന്നവരൊക്കെ തന്നെ കൃത്യമായി ജാഗ്രത പാലിക്കുക. ഒപ്പം തന്നെ ജില്ലാ ഭരണകൂടം നൽകുന്ന നിർദ്ദേശങ്ങൾ അത് കൃത്യമായി പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്നുള്ള നിർദ്ദേശം കൂടി നൽകുന്നുണ്ട്. കാരണം ഏതെങ്കിലും തരത്തിൽ അവിടെ നിന്ന് മാറി താമസിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടായാൽ അവിടെ നിന്ന് മാറി താമസിക്കാൻ തയ്യാറാകണം. ഒപ്പം തന്നെ യാതൊരു കാരണവശാലും നദിയിൽ ഇറങ്ങാനോ അല്ലെങ്കിൽ നദി മുറിച്ച് കടക്കാനോ പാടില്ല എന്നുള്ള കർശനമായ നിർദ്ദേശം കൂടി മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്കറിയാം 2018 ഈ സമാനമായ സാഹചര്യം ഉണ്ടായിരുന്നു. വലിയ രീതിയിൽ മഴ വ്യാപകമായി ലഭിച്ചിട്ടുള്ള ഇടങ്ങൾ കൂടിയാണ് പത്തനംതിട്ട, ഒപ്പം തന്നെ കോട്ടയം ജില്ലകൾ. അവിടെയൊക്കെ വലിയ രീതിയിൽ വ്യാപകമായി വെള്ളം കയറുകയും ഒരു പ്രളയ സമാനമായ രീതിയിലേക്ക് ആദ്യം തന്നെ പോയ ജില്ലകളിൽ ഒന്നുകൂടിയായിരുന്നു പത്തനംതിട്ട, ഒപ്പം തന്നെ കോട്ടയം ജില്ലകൾ. അതേ രീതിയിൽ തന്നെ ജില്ലകളിലെ പ്രധാനപ്പെട്ട നദികളൊക്കെ ഇപ്പോൾ നിറഞ്ഞു കവിയുന്ന സാഹചര്യം, നിറയുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഒരു പ്രളയ സാധ്യതാ മുന്നറിയിപ്പ് ഇപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. അതേസമയം നമ്മൾ ഇടുക്കിയിലേക്ക് വരുമ്പോൾ, ഇടുക്കിയിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇരട്ടയാറിലടക്കം വലിയ രീതിയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിക്കുന്നു. അവിടെ ക്രമാതീതമായി, അതായത് സംഭരണശേഷിയുടെ പരമാവധി അവിടെ നിറഞ്ഞു കഴിയുന്ന ഒരു സാഹചര്യം. അതിൽ വലിയ ആശങ്ക ഉയർത്തുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇടുക്കി ഡാമിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് നിലവിൽ അവിടുത്തെ സംഭരണശേഷിയുടെ 36% മാത്രമേ വെള്ളം ഇടുക്കി ഡാമിലുള്ളൂ. നിലവിൽ 2322.33% മാത്രമാണ് വെള്ളം ഇപ്പോൾ ഇടുക്കി ഡാമിലുള്ളത്. പക്ഷേ ഈ ഡാമുകളിൽ നിന്നൊക്കെ ഒഴുകിയെത്തുന്ന വെള്ളം നേരെ പോകുന്നത് ഇടുക്കി ഡാമിലേക്കാണ്. ഇരട്ടിയാർ, ഒപ്പം തന്നെ അഞ്ചുരുളി, കല്ലാർ തുടങ്ങിയ ഡാമുകളിൽ നിന്നൊക്കെ നേരെ ഈ വെള്ളം ഒഴുകിപ്പോകുന്നത് ഇടുക്കി ഡാമിലേക്കാണ്. കല്ലാറിലും ഇരട്ടയാറിലും അഞ്ചുരുളിയിലുമൊക്കെ സമാന സാഹചര്യം എത്തുന്നു. അവിടെ പരമാവധി സംഭരണ ശേഷിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. കാരണം ഇരട്ടയാറിൽ 53.5 ലക്ഷം കരയടി സംഭരണ ശേഷിയാണ് ഉള്ളതെങ്കിൽ അതിൻ്റെ ഒരു 90% മുകളിലേക്ക് ഇപ്പോൾ വെള്ളം നിറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു റെഡ് അലേർട്ടിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യുന്നത്. മറ്റ് 2 ഡാമുകളിലും സമാന സ്ഥിതിവിശേഷം പൂർണ്ണമായും കവിയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അതുകൊണ്ട് തന്നെ ഈ ഡാമുകൾ ഉടൻ തന്നെ തുറന്ന്, ചെറിയ രീതിയിൽ ഇപ്പോൾ ആ സ്പിൽവേകളൊക്കെ തുറന്നുകൊണ്ട്, അതിൻ്റെ ഷട്ടറുകൾ തുറന്നുകൊണ്ട് ചെറിയ രീതിയിൽ വെള്ളം ഒഴുക്കിവിടുന്ന സാഹചര്യമുണ്ട്. അത് കൂടുതൽ സെന്റിമീറ്ററായി ഉയർത്തുക. നിലവിൽ ഇപ്പോൾ 10% ആണെങ്കിൽ അത് കുറച്ചുകൂടി ശതമാനത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് വെള്ളം പരമാവധി പുറത്തേക്ക് പുറന്തള്ളുക എന്നുള്ളത് തന്നെയാണ്. ആ വെള്ളം ഒഴുകിയെത്തുന്നത് ഇടുക്കി ഡാമിലേക്കാണ്. അതാണ് ചില ആശങ്ക ഉയർത്തുന്നത്. അത്തരത്തിൽ കൂടുതൽ വെള്ളം പല ഭാഗങ്ങളിൽ ഇടുക്കിയിൽ നിന്ന് ഉയർന്നു വരുമ്പോൾ അത് സ്വാഭാവികമായും ഇടുക്കി ഡാമിനെ നിറയാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെത്തും. അതാണ് വലിയ ആശങ്കയിലേക്ക് പോവുകയും ചെയ്യുന്നതായാലും. മറ്റൊന്ന്, ഇടുക്കിയിലെ മലയോര ഗ്രാമങ്ങളെ സംബന്ധിച്ചാണ്, മലയോര മേഖലകളെ സംബന്ധിച്ചാണ്. നേരത്തെ പറഞ്ഞു സൂചിപ്പിച്ചതുപോലെ തന്നെ അവിടുത്തെ പലയിടങ്ങളിലും കഴിഞ്ഞ 4 ദിവസമായി വൈദ്യുതിയില്ല. അത് പുനഃസ്ഥാപിക്കാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല. കാരണം KCBയുടെ ഭാഗത്തുനിന്ന് നിരന്തര ശ്രമങ്ങൾ ഉണ്ട് എങ്കിൽ പോലും തന്നെ വീണ്ടും മരങ്ങളും ഒക്കെ കടപുഴകി വീഴുന്ന സാഹചര്യം. അങ്ങനെ പരമാവധി പ്രയത്നിച്ചിട്ടും തിരികെ ഈ വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ രാത്രി കാലങ്ങളിലൊന്നും തന്നെ അവിടെ കാണാൻ പറ്റില്ല, മറ്റുള്ളവർക്കൊന്നും കാണാൻ പറ്റാത്ത സാഹചര്യം. അങ്ങനെ അവിടെയുള്ള ജനങ്ങൾ അതീവ ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം കൊടുത്തിരിക്കുന്നത്. കാരണം മലവെള്ളപ്പാച്ചിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മലയോര മേഖലയിൽ, പ്രത്യേകിച്ച് മലയോര മേഖലയിൽ വലിയ രീതിയിൽ മലവെള്ളപ്പാച്ചിൽ ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. അത് മുൻകാലങ്ങളിൽ സമാനമായ സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. മിഥുൻ, തിരുവനന്തപുരം തൊട്ട് അങ്ങോട്ട് വളരെ കുറച്ച് ജില്ലകൾ മാത്രമാണ് ഈ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കാത്തതും ആൾക്കാരെ മാറ്റിപ്പാർപ്പിക്കും. ഇടുക്കിയിലേക്ക് 123ഓളം പേരെ മാറ്റിപ്പാർപ്പിച്ചു എന്നുള്ള വിവരങ്ങളൊക്കെ വരുന്നു. അതായത് ഈ നേരത്തെ തന്നെ ഇതിനുള്ള മുൻകരുതലുകൾ തുടങ്ങിയിരിക്കുന്നു എന്നാണോ? അങ്ങനെ ഒരു കൃത്യമായിട്ട് ഒരു തിരിച്ചൊരു കണക്കുകളുണ്ടോ ഇപ്പോൾ? തീർച്ചയായും അങ്ങനെ തന്നെ നമുക്ക് കരുതേണ്ടിയിരിക്കുന്നു അപർണ. കാരണം മുൻകാലങ്ങളിൽ ഉള്ള അനുഭവങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. കാരണം മുന്നറിയിപ്പുകൾ നൽകിയിട്ടും അവരെ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറ്റാൻ പറ്റാതാണ് വലിയൊരു അപകടത്തിലേക്ക് വഴിവെച്ചതെന്നുള്ള വിമർശനങ്ങൾ പിന്നീട് കാലാകാലങ്ങളായി കേൾക്കുന്നതാണ്. കാരണം ഏറ്റവും ഒടുവിൽ മുണ്ടക്കൈ ചൂരൽമലയിൽ ഉണ്ടായിരുന്ന ആ സംഭവം വലിയ രീതിയിൽ ഉരുൾപൊട്ടിയതിന് മുമ്പ്, തൊട്ടു മുമ്പത്തെ ദിവസം കൂടി ഇത്തരത്തിൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള നിർദ്ദേശങ്ങൾ കൃത്യമായി നൽകിയിരുന്നു. പക്ഷേ അത് വലിയ ജാഗ്രതയിലേക്ക് എടുക്കാതെ, അല്ലെങ്കിൽ അത് കൃത്യമായി പാലിക്കാതെ വന്നതുകൂടിയാണ് വലിയ രീതിയിലൊരു അപകടത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും
ബാധിക്കുകയും ചെയ്തു എന്നുള്ളൊരു വ്യാപകമായ വിമർശനം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ മുൻകൂട്ടിക്കൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാൽ അതിനെ നേരിടുന്നതിന് വേണ്ടി ആദ്യം മുതൽ തന്നെ തുടക്കത്തിൽ തന്നെ ഇത്തരത്തിൽ മുന്നറിയിപ്പുകൾ പാലിച്ചുകൊണ്ട് ആ രീതിയിൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇപ്പോൾ ഓരോ ജില്ലാ ഭരണങ്ങൾക്കും നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ. അതനുസരിച്ചാണ് ഇപ്പോൾ ഇടുക്കിയിൽ മാത്രം 5ഓളം ദുരിതാശ്വാസ ക്യാമ്പുകളുണ്ട്. അവിടെ നിരവധി കുടുംബങ്ങളെ മാറ്റിപ്പാർച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ പല ഇടുക്കിയിലുള്ള ഈ ഡാമുകളുടെ പരിസരത്തുമൊക്കെ താമസിക്കുന്ന അല്ലെങ്കിൽ മലയോര മേഖലകളിൽ താമസിക്കുന്ന അതായത് ഏറ്റവും കൂടുതൽ ഇത്തരത്തിൽ മലവെള്ളപ്പാച്ചിലുണ്ടായാലോ അല്ലെങ്കിൽ മണ്ണിടിച്ചിലുണ്ടായാലോ ഒക്കെ ബാധിക്കുന്ന അത്തരത്തിൽ കൂടുതൽ അപകട സാധ്യതയുള്ള മേഖലകളിൽ നിന്നാണ് ഇപ്പോൾ ആളുകളെ മാറ്റിയിട്ടുള്ളത്. കൂടുതൽ ആളുകളെ ഉടൻ തന്നെ മാറ്റാനുള്ള ഒരു തീരുമാനം ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്. അതിന് തയ്യാറാകണം ജനങ്ങൾ എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ആശങ്കപ്പെടേണ്ട സാഹചര്യം ഒന്നും തന്നെ ഇല്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ജാഗ്രത വേണം. ജാഗ്രത പുലർത്തി മുന്നോട്ട് പോയാൽ മാത്രമേ ഇതിനെ നമുക്ക് നേരിടാൻ പറ്റൂ എന്നുള്ളതാണ് ജില്ലാ ഭരണം പറയുന്നത്. എന്തായാലും നിലവിൽ ഇരട്ടയാറടക്കമുള്ള ഡാമുകളിൽ റെഡ് അലേർട്ടാണ്. ഇടുക്കി ഡാമിൽ ഇത് സംബന്ധിച്ച് യാതൊരുവിധ പ്രശ്നങ്ങളും നിലവിലില്ല. 36% മാത്രമാണ് അവിടെ വെള്ളമുള്ളത്. എന്തായാലും അതിന്റെ പരമാവധി സംഭരണശേഷിയിലേക്ക് എത്തുമ്പോൾ അത് ഇനിയുള്ള ദിവസങ്ങളിൽ മഴ കൂടുതൽ കനക്കുമെന്നാണ് അറിയുന്നത്. എന്തായാലും നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് റെക്കോർഡ് മഴയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. 266 mm മഴ എന്ന് പറയുമ്പോൾ തന്നെ കാലവർഷം എത്തുന്നതിന് മുമ്പ് തന്നെ ലഭിച്ചിരിക്കുന്നു. കാലവർഷം കൂടി വരുന്നു. ഒപ്പം തന്നെ ന്യൂനമർദ്ദം വരാൻ പോകുന്നു. ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. അതുകൊണ്ടൊക്കെ മുൻകരുതലിന്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള നടപടികൾ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് സ്വീകരിക്കുന്നത്.